ഹായ് മക്കളെ, ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇക്വിലിബ്രിയത്തെ നമ്മൾ രണ്ട് ഹാഫാക്കി മാറ്റുകയാണ്. ഫസ്റ്റ് വൺ കെമിക്കൽ ഇക്വിലിബ്രിയം, സെക്കൻഡ് വൺ അയോണിക് ഇക്വിലിബ്രിയം. അപ്പോൾ അയോണിക് ഇക്വിലിബ്രിയം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കാരണം കമ്പാരറ്റീവ്ലി ഈ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുക. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന ഈ നോട്ട് നിങ്ങളിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. പ്ലേ സ്റ്റോറിൽ നിന്ന് CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇതേ ക്ലാസ്സിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. ആപ്പിൾ സ്റ്റോർ ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിങ്ങൾ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ ഈ ഒരു ORG കോഡ് കാണാം, HGNTIB എന്നുള്ള ORG കോഡ് അടിച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇതേ ക്ലാസ്സിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിനി കൂടുതൽ ചോദ്യം വർത്താനൊന്നും ഇല്ലാതെ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. വളരെ മയത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഇതുവരെ ഇതെന്തറിയാം എന്തറിയില്ല എന്നത് എൻ്റെ വിഷയമല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയേക്കുക, അറിയില്ല എങ്കിൽ പെട്ടെന്ന് എൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇക്വിലിബ്രിയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചാൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. എന്താണ് ഇക്വിലിബ്രിയം? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഈക്വൽ ആകുന്ന അവസ്ഥയാണ് എന്ത്? ഇക്വിലിബ്രിയം. എങ്ങനെയാണ് പറയാം? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും എന്തായിരിക്കും എന്നാണ് ഡാഷ് ഇട്ടിട്ടുണ്ട്. എടാ, ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പലർക്കും ടെൻഡൻസി ഉണ്ടാകും. അത് തെറ്റാണ്. മറിച്ച് ഓർക്കേണ്ട വാക്കിതാണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി മാറ്റമില്ലാത്തത് എന്നാണ് അർത്ഥം. അല്ലാതെ റിയാക്റ്റൻറ്റിൻ്റെ അളവും പ്രൊഡക്റ്റിൻ്റെ അളവും ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇക്വിലിബ്രിയം ഒരു തുറന്നു വെച്ച പാത്രത്തിൽ ഇക്വിലിബ്രിയം പോസിബിൾ അല്ല. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. നോക്കിക്കോട്ടോ, ഇക്വിലിബ്രിയം ഈസ് നോട്ട് പോസിബിൾ ഇൻ ഓപ്പൺ വെസൽ. ഓർത്ത് വെച്ചേക്കണേ. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾ ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല. കുറച്ച് സമയം ഇങ്ങനെ റിയാക്ഷൻ നടന്ന് ഫൈനലി അയാൾ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി പറയുന്ന പ്രോപ്പർട്ടികളെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അഥവാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പറയുന്ന ഒരു പ്രോപ്പർട്ടിയും മാറൂല. ഒന്ന്, കോൺസെൻട്രേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ ഇനി മാറൂല. ആ റിയാക്റ്റിംഗ് മിക്സറിൻ്റെ ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ കളർ ഇനി മാറൂല. അപ്പോൾ അതുവരെ ചിലപ്പോൾ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ടാകും. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കളർ മാറൂല, ഡെൻസിറ്റി മാറൂല, ആ റിയാക്റ്റിംഗ് മിക്സറിൻ്റെ വോളിയം മാറൂല, അതുപോലെ പ്രഷർ മാറൂല. വേണമെങ്കിൽ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഫൈനലി അഞ്ചാമതൊരു പോയിന്റ് കൂടി പറയുകയാണ്, ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക്. ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സ്റ്റാറ്റിക്. ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്, അല്ലാതെ എന്തല്ല, സ്റ്റാറ്റിക് അല്ല. ഇക്വിലിബ്രിയം ഡൈനാമിക് ആണ്, നോട്ട് സ്റ്റാറ്റിക്. എന്താണ് ഡൈനാമിക്, എന്താണ് സ്റ്റാറ്റിക് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പരീക്ഷ മറ്റന്നാളായതുകൊണ്ട് നമുക്കതിന് സമയമില്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകൾ എങ്ങനെയാണ് എഴുതേണ്ടത്? Kc എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. Kp എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷറാണ്. മോനെ, നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആദ്യം പ്രൊഡക്റ്റാണ് നോക്കേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയും റിയാക്റ്റൻ്റ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ സിയും ക്യാപിറ്റൽ ലെറ്റർ ഡിയും പ്രൊഡക്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ബി. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണ് Kc കാണുക. ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത്, ഇതിൻ്റെ ഒക്കെ പവറായിട്ട് ഇവരുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് വരും. അപ്പോൾ സിയുടെ പവർ എന്താ? സി സ്മോൾ ലെറ്റർ സി, ഇവിടെ ഡി സ്മോൾ ലെറ്റർ എ സ്മോൾ ലെറ്റർ ബി. ഇങ്ങനെ കാണുന്നതാണ് Kc കോൺസെൻട്രേഷൻ്റെ ടേമിൽ. Kp ആകുമ്പോഴൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം P എന്നൊരു ലെറ്ററാണ് വരിക. P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ സെയിം ആടാ, പാർഷ്യൽ പ്രഷർ ഓഫ് സി ഓൾ റൈസ് ടു സി. ഇവിടുത്തെ ബ്രാക്കറ്റിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കേട്ടോ, ആ പവർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രാക്കറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻറ്റു പറഞ്ഞു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി ഓൾ റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഓൾ റൈസ് ടു എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഓൾ റൈസ് ടു ബി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് എക്സാമ്പിൾസ് നമുക്കിതുമായി ബന്ധപ്പെട്ടും ചെയ്തു നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു വരാം. ഇതാണ് എക്സാമ്പിൾ. മോനെ, N2 + 3H2 gives 2NH3. വളരെ പ്രസിദ്ധമായ ഇക്വേഷനാണ്. ഇറ്റ് ഈസ് കോൾഡ് ഹേബർ പ്രോസസ്. ഇയാളുടെ Kc കാണണം.
അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ആളെയാണ് മുകളിൽ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് NH3 ഓൾ റേസ് ടു 2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഓൾ റേസ് ടു 3. ശരിയല്ലേടാ? റിയാക്റ്റൻറ്റും അതിൻ്റെ പവറും എഴുതി. ഇവിടെ നോക്കിക്കേടാ, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, പക്ഷേ H2O ലിക്വിഡാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, സോളിഡും ലിക്വിഡും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ എഴുതാൻ പാടില്ല. അതിൻ്റെയൊക്കെ വാല്യൂ 1 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സോളിഡോ ലിക്വിഡോ ഉണ്ടെങ്കിൽ 1 എന്നിട്ടാൽ മതി, അല്ലാതെ ഈ പറഞ്ഞ പോലെ അവരെ എഴുതാൻ പാടില്ല. അപ്പോൾ KC നോക്കിക്കേടാ, ഇവിടെ KC എഴുതുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ സോളിഡോ ലിക്വിഡോ ആണെങ്കിൽ എഴുതാൻ പാടില്ല, അത് ലിക്വിഡാണ്, അപ്പോൾ എഴുതാൻ പാടില്ല, 1 എന്നേ എഴുതാൻ പാടുള്ളൂ. കോൺസെൻട്രേഷൻ ഓഫ് H2O എന്ന് എഴുതിയാൽ തെറ്റാണ്. ഡിവൈഡഡ് ബൈ ഇവരുടെ കോൺസെൻട്രേഷൻ എങ്ങനെ എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഓൾ റേസ് ടു 1/2 ഓക്സിജൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് പവർ ആക്കിയിട്ട് എഴുതി. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ KC is equal to പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് നോക്കുമോനെ, ഇവിടെ സോളിഡും ഉണ്ട് ഗ്യാസും ഉണ്ട്. സോളിഡിനെ നമ്മൾ എഴുതാൻ പാടില്ല, ശരിയല്ലേ? കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്ന കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം എഴുതിയാൽ മതി, സോളിഡ് എഴുതണ്ട. അതിൻ്റെ വാല്യൂ *1 എന്നാണ് വരിക. *1 ചെയ്താൽ വാല്യൂ 1 അതന്നെ ആയിരിക്കുമല്ലോ. ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും ഈ പറഞ്ഞ പോലെ സോളിഡോ ലിക്വിഡോ ഇല്ല, ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇറ്റ് സെൽഫ്. കളി മനസ്സിലായില്ലേ കുഞ്ഞ്? വാല്യൂ ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്, 2A + B gives ½ C. ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് എയുടെയും ബിയുടെയും സിയുടെയും കോൺസെൻട്രേഷൻസ് 2 × 10⁻², 1 × 10⁻², 4 × 10⁻² റെസ്പെക്റ്റീവ്ലി ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ KC എത്ര? ഈ ഇക്വേഷനിലേക്ക് നോക്കിയിട്ട് KCയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞേടാ. ഒരാൾ സോളിഡാണോ ലിക്വിഡാണോ ഗ്യാസ് ആണോ തന്നില്ലെങ്കിൽ അത് ഗ്യാസ് ആയിട്ട് അസ്യൂം ചെയ്യണം. സോ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ C ഉണ്ട്, റേസ് ടു അതിൻ്റെ പവർ 1/2 ഉണ്ട്, റിയാക്റ്റൻറ്റ് സൈഡിൽ A raised to 2 ഉണ്ട്, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B ഉണ്ട്. വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. സിയുടെ കോൺസെൻട്രേഷനാണ് ലാസ്റ്റ് തന്നിട്ടുള്ളത്, 4 × 10⁻² ഓൾ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ എൻ്റെ സ്ക്വയർ എത്രയാടാ? A എന്ന് പറഞ്ഞാൽ എത്രയാ? 2 × 10⁻². അപ്പോൾ 2 × 10⁻²ൻ്റെ സ്ക്വയർ 2 വട്ടം എഴുതിയാൽ മതി, 2 × 10⁻², ഇൻറ്റു ബിയുടെ കോൺസെൻട്രേഷൻ 1 × 10⁻². സോ മോനെ ഇതിൻ്റെ റൂട്ട് എടുക്കണം. ഓൾ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണല്ലോ. 4ൻ്റെ റൂട്ട് എത്രയാടാ? 2 ഇൻറ്റു 10⁻²ൻ്റെ റൂട്ട് എത്രയാടാ? 10⁻1 ഡിവൈഡഡ് ബൈ 2 × 2, ഈ 2 പിന്നെ ഇൻറ്റു 1 ആണ്. 10⁻², 10⁻², 10⁻², 10⁻6, 2 കട്ടായി പോയി. സോ ഇവിടെ 1/2 എന്ന് വരും, 0.5 എന്ന് വരും. 10⁻1ഉം -6ഉം കട്ടായി -5 മുകളിലേക്ക് വന്നാൽ 10⁻5 എന്നായി. ഫൈനലി ഇറ്റ് ഈസ് 5 × 10⁻4 എന്നായി. 0.5 × 10⁻5. അപ്പോൾ ഒരു 10 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5 × 10⁻4 എന്നാക്കി. ഇങ്ങനെ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടത് ഇക്വേഷൻ എഴുതാൻ അറിയലാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മോനെ നമുക്കിനി എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നത് പറയാം. അതിനു മുമ്പ് ഒന്നുമില്ല, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നിനക്ക് എഴുതാൻ അറിയുമോ എങ്കിൽ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അറിയാം. എടാ ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്തുള്ള ഈ വാല്യൂ, ഈ മൊത്തം ചെയ്ത ഈ വാല്യൂ ഉണ്ടല്ലോ, ഇത് ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്, ശരിയല്ലേ? അതിൻ്റെ പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയലാണ് ഇക്വിലിബ്രിയം, ഏത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയലാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ ഈ വാല്യൂ എന്താണെന്ന് നോക്കിക്കേ. ഇതാരാടാ? കോൺസെൻട്രേഷൻ ഓഫ് C, കോൺസെൻട്രേഷൻ ഓഫ് D എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ്. എങ്ങനെയാടാ? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ്. ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൊഡക്റ്റ് ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ്. രണ്ടാമത് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എന്നുള്ള പ്രൊഡക്റ്റ്. കളി മനസ്സിലായില്ലേ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ്. ഇതെന്താ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ പ്രൊഡക്റ്റ്. അപ്പം എങ്ങനെയാ പറയാ? റേഷ്യോ ഓഫ്, ഇത് ഡിവൈഡഡ് ബൈ എന്നുണ്ടല്ലോ, റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ അറ്റ് ദി ടൈം ഓഫ് ഇക്വിലിബ്രിയം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ചിലർക്ക് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കും മോനെ. ഈ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന നിയമത്തിൻ്റെ പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താണ് ഈ വാല്യൂ? മുകളിലുള്ളതാരാണ്? പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ദിസ് വാല്യൂ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. റേഷ്യോ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ് ആദ്യമായിട്ട് എഴുതേണ്ടത്.
പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ടു പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഈ വാക്ക് ഇത് നിർബന്ധമാണ്. എപ്പോഴെങ്കിലും ഉള്ള കോൺസെൻട്രേഷൻ എടുത്താൽ പോരാ. അറ്റ് ദി ടൈം ഓഫ് ഇക്വിലിബ്രിയം വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ക്ലിയർ അല്ലേടാ? നിങ്ങളിപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ +1 ഒരു വർഷമായിട്ട് പഠിച്ചത് സെറ്റായോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഈ അവസാനം എക്സാമിൻ്റെ സമയത്ത് വന്നിട്ട് നന്നായി കഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. +2 CM അക്കാഡമിയുടെ ട്യൂഷന് ജോയിൻ ചെയ്യുക. കേരളത്തിൽ നിങ്ങൾക്ക് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതിനേക്കാളും ബെസ്റ്റ് കോച്ചിങ് നിങ്ങൾക്ക് CM അക്കാഡമിയിൽ കിട്ടും. ഞങ്ങൾ ഈ പരീക്ഷാ തലേന്ന് 2 ഇടപെട്ടാൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലമായി ഞങ്ങളെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് ചിന്തിക്കുക. ഞങ്ങളുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിനെ ബേസ് ചെയ്ത് വീക്ക്ലി എക്സാംസ് നടത്തുന്നതോടുകൂടെ തന്നെ നിങ്ങളൊരു ഡിസംബർ ആകുമ്പോഴേക്ക് സെറ്റായിട്ടുണ്ടാവും. പിന്നെ +2 നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഫ്രീ ആയിട്ട് പഠിച്ചു പോകാമെന്ന് തെറ്റിദ്ധരിക്കരുത്. പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്, ലാബിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും, സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും. അത് അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടികൾക്കിടയിലൂടെ നിങ്ങളുടെ +2 വേണ്ടത്ര നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് കുട്ടികൾക്ക് അതൊരു ബേർഡൻ ആവാതിരിക്കാൻ വെറും 399 രൂപ ഒരു മാസത്തിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 CM അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും കൂടെ ഞങ്ങൾ എൻട്രൻസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യിപ്പിച്ച് അതിൻ്റെ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് തന്ന് അതിൻ്റെ എക്സാംസ് നടത്തി പ്രത്യേക മെൻറ്റർഷിപ്പോടുകൂടെ ഡിസംബർ ആകുമ്പോഴേക്ക് പോർഷൻസ് വൈൻഡ് അപ്പ് ചെയ്ത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കിഡിലൻ പ്രോഗ്രാമാണ് CM അക്കാഡമിയുടെ കയ്യിലുള്ളത്. നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടും. അതിന് ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് അതിലൂടെ പറഞ്ഞുതരും. മോനെ, ΔNൻ്റെ കാൽക്കുലേഷൻ ഞാൻ തെർമോഡൈനാമിക്സിൽ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ഇക്വിലിബ്രിയത്തിൽ വളരെയധികം ഇത് ആവശ്യമുണ്ട്. ΔN = NGP - NGR. എന്താണത്? പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം മൈനസ് റിയാക്റ്റൻസ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം. പെട്ടെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഈ ഇക്വേഷനിലേക്ക് നോക്കിക്കേ. പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 2 മൈനസ് റിയാക്റ്റൻസ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം ഇവിടെ 1 ഇവിടെ 3 ടോട്ടൽ 4. സോ ദി വാല്യൂ ഓഫ് ΔN = -2. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള H2 + ½ O2 gives H2O. H2O ലിക്വിഡ് അല്ലേടാ? H2O ലിക്വിഡാണ്, ഫിസിക്കൽ സ്റ്റേറ്റ് ലിക്വിഡാണ്. സോ ΔN = പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 0, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഗ്യാസ് ഇല്ല, മൈനസ് റിയാക്റ്റൻസ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം ഇവിടെ 1 ഉണ്ട്, ഇവിടെ അരയുണ്ട്. സോ 1.5 എന്ന് വരും. -1.5 ഓർ -3/2. മോനെ, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 2 ആണ്, മൈനസ് റിയാക്റ്റൻസ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണവും 2 ആണ്. ഇവിടെ 1 ഇവിടെ 1. സോ 2 - 2 = 0. അപ്പോൾ ΔNൻ്റെ വാല്യൂ 0 ആവാം. പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസ്, ഇത് ഗ്യാസ് അല്ലല്ലോ, അപ്പോൾ ഇവൻ എണ്ണരുത്. ഇവിടെ ഗ്യാസിൻ്റെ എണ്ണം 1 ആണ്, മൈനസ് റിയാക്റ്റൻസ് സൈഡിൽ ഗ്യാസേ ഇല്ല. സോ ΔNൻ്റെ വാല്യൂ 1. ഈ ΔNൻ്റെ വാല്യൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. മരിച്ചാലും മറക്കാൻ പാടില്ലാത്ത ഇക്വേഷനാണ്. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC? ഇതിൻ്റെ ഡെറിവേഷൻ എക്സാം ടഫാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന സെപ്പറേറ്റ് ചെറിയ വീഡിയോസ് തരാം, മറക്കാതെ കാണുക. മോനെ, KP = KC × RT (all-raised to ΔN). കാണാതെ ഒന്ന് പഠിച്ചേടാ, ഇനി മറക്കരുത്. ഇതൊന്ന് കാണാതെ പഠിച്ചേ. KP = KC × RT (all-raised to ΔN). KP എന്താ അറിയാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ പഠിച്ചോ? 8.2 × 10⁻². സാറേ, അപ്പോൾ 8.314. ആറിന് കുറേ വാല്യൂസ് ഉണ്ട്. ഇവിടെ യൂസ് ചെയ്യേണ്ട വാല്യൂ ആണ് ഈ പറഞ്ഞത്. T എന്താടാ? ടെമ്പറേച്ചർ. ΔN എന്താണെന്ന് ഇവിടെ വെച്ചൊരു കൺഫ്യൂഷൻ വരുന്നത് ഒഴിവാക്കാനാണ് ആദ്യമേ ΔN എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഇക്വേഷനിലേക്ക് നോക്കിക്കേ. ദിസ് ഈസ് ഹേബർ പ്രോസസ്സ്. അറിയാം നിങ്ങൾക്ക് ഇവരെല്ലാവരും ഗ്യാസ് ആണെന്ന്. അപ്പോൾ ഇവിടെ KPയും KCയും തമ്മിലുള്ള ബന്ധം അറിയാൻ ആദ്യം തന്നെ ΔN കണ്ടെത്തി വെച്ചേക്കുക. ΔN നേരത്തെ നമ്മൾ കണ്ടതാ, 2 - 4 = -2. മോനെ, അപ്പോൾ KP = പറഞ്ഞു നോക്കിക്കേ, KC × RT (all-raised to -2) എന്നല്ലടാ വരിക. അപ്പോൾ ഇതാണ് KPയും KCയും തമ്മിലുള്ള റിലേഷൻ. ഒന്നുകൂടെ വൃത്തിയാക്കണമെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? KP = KC / RT (all-raised to 2). എന്താ അങ്ങനെ? മൈനസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിനെ ഞാൻ താഴത്തേക്കാണ് കൊണ്ടുപോയാൽ പിന്നെ അവിടെ മൈനസ് ഉണ്ടാവില്ല, പ്ലസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ KC / RT² എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇവിടെ KP ആയിരിക്കോ KC ആയിരിക്കോ വലുത് എന്നതാണ് ഇതിൻ്റെ ഫൈനലി എനിക്ക് അറിയേണ്ട കാര്യം. KP ആണോ KC ആണോ വലുത്? അതറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും പോലെ ഒന്ന് ചിന്തിക്ക്, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്ക്. KP എന്ന് പറയുന്നത് KCയെ
RT² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. അഥവാ KC എന്ന വാല്യൂവിനെ കുറേ പാർട്ടാക്കി വെച്ചതിൽ ഒരു പാർട്ടാണ് KP എന്നല്ലേ ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. KC എന്നതിനെ RT² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താകും? മൊത്തം വാല്യൂ ചെറുതാവല്ലേ ചെയ്യുക? KC എന്തെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൊത്തം വാല്യൂ ചെറുതാവല്ലേ ചെയ്യുക? ആ ചെറിയ വാല്യൂ ആണ് ആർക്കുള്ളത്? KPക്കുള്ളത്. അപ്പോൾ KP ചെറുതും KC വലുതുമായിരിക്കും. കഥ കേട്ടോളൂ. PCl5 ഗ്യാസ് ഗീവ്സ് PCl3 ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ്. എടാ ഇവിടെ ΔN ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 2 മൈനസ് റിയാക്റ്റൻ്റ് സൈഡിലുള്ള ഗ്യാസിൻ്റെ എണ്ണം 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT ഓൾ റേസ് ടു 1 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി പറ, KP ആയിരിക്കോ KC ആയിരിക്കോ വലുത്? ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. KP എന്ന് പറയുന്നത് KCയെ RT കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. എടാ മൾട്ടിപ്പിൾ ചെയ്താലും മൊത്തം വാല്യൂ വലുതാവല്ലേ ചെയ്യുക? സോ KP എന്നത് KCക്ക് ഈക്വൽ അല്ല, KCയെ വീണ്ടും RT കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന വലിയ വാല്യൂവിന് ഈക്വൽ ആണ്. സോ KP ഗ്രേറ്റർ ദാൻ KC. അപ്പോൾ KP ആണോ KC ആണോ വലുത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. H2 + I2 gives 2HI. എല്ലാവരും ഗ്യാസ് ആയതുകൊണ്ട് ΔN 0 ആണ്. സോ KP is equal to KC into RT all raised to 0. Anything raised to 0 is 1. So KP is equal to KC. In which of the following reactions the value of KP is equal to KC? താഴെ പറയുന്നതിൽ ആർക്കാണ് KPയും KCയും ഈക്വൽ ആയിട്ടുള്ളത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ എവിടെയാണ് ΔN 0 ആയിട്ടുള്ളത് എന്ന് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ മോനെ? എന്നാൽ ഈ ΔNൻ്റെ വാല്യൂ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് KPയുടെയും KCയുടെയും യൂണിറ്റ്. ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനൊരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ, മീറ്റർ സെക്കൻഡ് എന്നൊക്കെ പറയും പോലെ. ഇതാ KCയുടെ യൂണിറ്റ് കേട്ടോളൂ. എടാ KCയുടെ ഫുൾ നെയിം എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താടാ? മോൾസ് പെർ ലിറ്റർ. അപ്പോൾ ഇവിടുത്തെ KCയുടെ യൂണിറ്റ് എന്താ? മോൾസ് പെർ ലിറ്റർ ഓൾ റേസ് ടു ΔN. വാട്ട് ഈസ് ΔN? അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓരോ റിയാക്ഷനിലും ΔNൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. വിച്ച് മീൻസ് ഓരോ റിയാക്ഷനിലും KCയുടെ യൂണിറ്റും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ KPയുടെ യൂണിറ്റ് എങ്ങനെയാണ് പറയാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. അതുകൊണ്ട് പ്രഷറിൻ്റെ യൂണിറ്റുകളുടെ പവറായിട്ട് ΔN കൊടുക്കുക. അതാണ് KPയുടെ യൂണിറ്റ്. അപ്പോൾ താഴെ പറയുന്നതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് യൂണിറ്റ് ഇല്ലാത്തത് ഏത് എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കളയും. യൂണിറ്റ്ലെസ് ഏതാണ്? K എപ്പോഴാണ് യൂണിറ്റ്ലെസ് ആവുക? ΔNൻ്റെ വാല്യൂ 0 ആകുമ്പോൾ. ΔNൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എനിത്തിങ് റേസ് ടു 0 1 ആയിപ്പോയില്ലേ? അപ്പോൾ താഴെ പറയുന്നതിൽ എവിടെയാണ് KPക്കും KCക്കും യൂണിറ്റ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ΔN എവിടെയാണ് 0 ഉള്ളത് എന്ന് നോക്കിയാൽ മതി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ വളരെ പ്രസിദ്ധമായ 3 ആപ്ലിക്കേഷൻ ഉണ്ട്. ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻ പറയൂ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് 3 മാർക്കിനൊക്കെ ചോദിച്ചു കളയും. മോനെ, ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇരിക്കണ ഇരുത്തത്തിൽ ഇപ്പോൾ പഠിച്ചോ. പ്രഡിക്ഷൻ ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ, പ്രഡിക്ഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ, കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. മരിച്ചാലും മറക്കരുത്. മരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് ചോദിക്കും, മോനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും. നോക്കി വെച്ചോ. പ്രഡിക്ഷൻ ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ. എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് എക്സ്റ്റെൻറ്റ്? എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ എത്രമാത്രം നടന്നു, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലാണോ ഫൈനൽ സ്റ്റേറ്റിലാണോ അതിൻ്റെ ഇടയിലാണോ എന്ന് പറയലാണ് എക്സ്റ്റെൻറ്റ്. ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ, അത് ഫോർവേഡ് ആണോ നടക്കണേ ബാക്ക്വേഡ് ആണോ നടക്കണേ എന്ന് പറയലാണ് ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. പിന്നെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 3 ആവശ്യങ്ങൾ ഏതിലൂടെ നടക്കും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതിൽ ആദ്യത്തെ 2 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുകൂടി എഴുതണം. എക്സ്റ്റെൻറ്റ് എങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യുക? അതിന് നിങ്ങൾ സിംപ്ലി ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ വാല്യൂവിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. ആ വാല്യൂ 1000ത്തെക്കാളും വലുതാണെങ്കിൽ, 1000 ഉണ്ടല്ലോ, 1000ത്തെക്കാൾ വലിയതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്കിൽ ആ റിയാക്ഷൻ എൻഡ് പോയിന്റിലാണെന്ന് മനസ്സിലാക്കണം. അഥവാ ആ റിയാക്ഷൻ തീരാറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എടാ, ഒരു റിയാക്ഷൻ തീരാറാകുമ്പോൾ അതിൽ റിയാക്റ്റൻ്റ് ആ പ്രൊഡക്റ്റാണ് കൂടുതലുണ്ടാവുക? പ്രൊഡക്റ്റ് അല്ലേ കൂടുതലുണ്ടാവുക? അപ്പോഴല്ലേ റിയാക്ഷൻ അവസാനിക്കാൻ പോണത്. അപ്പോൾ അവിടെ ആരാ കൂടുതൽ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ വെരി മച്ച് കൂടുതലായിരിക്കും, ഹയർ ആയിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഓപ്പോസിറ്റുകൾ പറഞ്ഞോളൂ. KCയുടെ വാല്യൂ 10⁻³ അഥവാ 0.001 കുറവാണെങ്കിൽ റിയാക്ഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. റിയാക്ഷൻ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് മനസ്സിലാക്കണം. റിയാക്ഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്റ്റൻറ്റിൻ്റെ അളവ് പ്രൊഡക്റ്റിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ 10⁻³ -3 ഇടയിലാണെങ്കിൽ റിയാക്ഷനെ കുറിച്ച് നമ്മൾ പറയുക ഈസ് അറ്റ് മിഡ് വേ ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ്. അപ്പോൾ
നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റും ഏകദേശം കമ്പയറബിൾ ആയിരിക്കും. എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും എന്നല്ല അതിനർത്ഥം, ഏകദേശം കമ്പയറബിൾ ആയിരിക്കും, ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ എക്സ്റ്റെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഡയറക്ഷനാണ് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. എടാ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കെ സി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്, ഇങ്ങനെയല്ലേ നമ്മൾ കെ സി കാൽക്കുലേറ്റ് ചെയ്യുക? അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരാളുണ്ട്, അവൻ്റെ പേരാണ് ക്യു സി. അപ്പോൾ എങ്ങനെയാണോ കെ സി കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട മറ്റൊരാളാണ് ക്യു സി. ക്യു സിയുടെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇവനാണ് റിയാക്ഷൻ കോഷ്യൻ്റ്. മറക്കരുത്, റിയാക്ഷൻ കോഷ്യൻ്റ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഇവർ തമ്മിൽ എന്താ സാറേ ഇപ്പോൾ വ്യത്യാസം? കെ സിയും ക്യു സിയും ഒക്കെ ഒരേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ രണ്ട് ഈക്വൽ ആവില്ലേ? ഇല്ല. എന്താണ് കെ സി? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് അറ്റ് ഇക്വിലിബ്രിയം. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ അങ്ങോട്ട് എത്തിയാൽ മാത്രമേ കെ സി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്തുള്ള റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നാൽ ക്യു സി അങ്ങനെയല്ല. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിയാലും ഇല്ലെങ്കിലും കഴിഞ്ഞാലും പോയാലും ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് ക്യു സി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അറ്റ് എനി ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു റിയാക്ഷൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് 10ാമത്തെ മിനിറ്റിലാണ് ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 1ാമത്തെ മിനിറ്റിലെ പ്രൊഡക്റ്റും റിയാക്റ്റൻറ്റിൻ്റെയും അളവ് നോക്കിയിട്ടൊരു കോൺസ്റ്റൻറ്റ് ഉണ്ടാക്കിയാൽ ദാറ്റ് ഈസ് ക്യു സി. 2ാമത്തെ മിനിറ്റിൽ നോക്കിയാൽ ദാറ്റ് ഈസ് ക്യു സി. 3ാമത്തെ മിനിറ്റിൽ നോക്കിയാൽ ക്യു സി. 4ൽ നോക്കിയാൽ ക്യു സി. 11ൽ നോക്കിയാൽ ക്യു സി. 18ൽ നോക്കിയാൽ ക്യു സി. 10ൽ മാത്രമേ കെ സി കിട്ടുള്ളൂ. കളി മനസ്സിലായോ? അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും അളവ് ഈ പറയുന്ന സമയത്തൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ഓരോ പർട്ടിക്കുലർ മൊമെൻറ്റിലും ക്യു സി പറയാൻ പറ്റും. അപ്പം ഇനി കെ സിയും ക്യു സിയും ആരാണ് വലുത് എന്ന് നോക്കിയിട്ട് ആ റിയാക്ഷൻ്റെ ഡയറക്ഷൻ ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പലർക്കും അത് ഇപ്പോൾ കാണാതെ പഠിച്ചു പോകും, പരീക്ഷ ഹാളിൽ കൺഫ്യൂഷൻ ആവും. അതില്ലാതിരിക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. മോനെ, ഞാൻ പറയും പോലെ വിചാരിക്കണേ, നിനക്ക് ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ ഇഷ്ടം? സത്യം പറയണം. ഫോർവേഡ് അല്ലേടാ നമുക്കൊക്കെ ഇഷ്ടം, അത് മനസ്സിലവിടെ നോട്ടെ. കെ സി ആണോ ക്യു സി ആണോ ഇഷ്ടം? കെ സി ആയിരിക്കണം ഇഷ്ടം. കാരണം അവനെയാണ് നമ്മൾ ഇത്രയും കാലം പരിചയപ്പെട്ടത്. ക്യു സി ഇപ്പോൾ പുതിയ വന്നതല്ലേ, അവനെ നമ്മളത്ര പുതിയ ആൾക്കാർ അത്ര മൈൻഡാക്കണ്ട. അവിടെ മോനെ കെ സി ആണ് നമുക്കിഷ്ടം, ഫോർവേഡാണ് നമുക്കിഷ്ടം. ഇത് രണ്ടും സെറ്റല്ലേ? നമുക്കിഷ്ടപ്പെട്ട ആൾ കൂടുതലുണ്ടാകുമ്പോൾ ഫോർവേഡ് ആയിരിക്കും. നോക്കിക്കോ, കെ സി ക്യു സിയേക്കാൾ വലുതാണെങ്കിൽ ഫോർവേഡാ. ആരാ വലുത് നോക്കിയിട്ട്, ഇവിടെ ആരാ വലുത്? കെ സി. ആയി നമുക്ക് ഇഷ്ടപ്പെട്ടു, ഫോർവേഡ്. ഇവിടെ ആരാ വലുത്? ക്യു സി. നാറി, അവനെ നമുക്ക് ഇഷ്ടമല്ല, അപ്പോൾ ബാക്ക്വേഡ്. കളി മനസ്സിലായില്ലേ? കെ സിയും ക്യു സിയും ഈക്വൽ ആണെങ്കിൽ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഇങ്ങനെയാണ് നമ്മൾ എക്സ്റ്റെൻറ്റും ഡയറക്ഷനും പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. മോനെ, ഇത് വെച്ചൊരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ഇവിടെ തരുന്നത്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ, ആ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് 2 × 10⁻³ ആണ്. എന്നിട്ട് പറയുകയാണെ അറ്റ് എ പർട്ടിക്കുലർ മൊമെൻറ്റ്, ഒരു പ്രത്യേക സമയത്ത് എയുടെയും ബിയുടെയും പിന്നെ ആരാ സിയുടെയും, സി ഉണ്ട് കേട്ടോ, സിയുടെയും കോൺസെൻട്രേഷൻസ് എത്രയാണെന്ന് കണ്ടു? 2 × 10⁻³. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ 2 × 10⁻³ ആണെന്ന് കണ്ടു. ആ ഒരു മൊമെൻറ്റിൽ ആ റിയാക്ഷൻ്റെ ഡയറക്ഷൻ നീ പ്രെഡിക്റ്റ് ചെയ്യ് എന്നാണ് പറയുന്നത്. എടാ, ഏതെങ്കിലും ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാൽക്കുലേഷനിൽ നമുക്ക് കിട്ടുന്നത് കെ സി അല്ല ക്യു സി ആണ്. അപ്പോൾ നമുക്ക് ക്യു സി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ക്യു സി കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെയാണോ കെ സി കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ തന്നെ. അപ്പോൾ പ്രൊഡക്റ്റ് ആരാ? സി. ഇവിടെ എഴുതി. റിയാക്റ്റൻ്റ് ആരാ? എ ബി. അതിൻ്റെ പവറൊക്കെ ഇട്ട് കൊടുത്തു, സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. എല്ലാത്തിൻ്റെയും വാല്യൂ 2 × 10⁻³ ആണ്. ശരിയല്ലേ? 2 × 10⁻³. അപ്പോൾ 2 × 10⁻³ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ 2 × 10⁻³ സ്ക്വയർ ഉണ്ടാവും, അഥവാ 2 വട്ടം എഴുതി. പിന്നീട് ഒരു 2 × 10⁻³. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു 2 × 10⁻³ താഴെയുള്ള 2 × 10⁻³ കട്ടായിപ്പോയി. ഫൈനലി എന്താ ഉണ്ടാവുക? 1/, ഇവിടെ 2 × 2 ദാറ്റ് ഈസ് 4 അല്ലേടാ. 10⁻³ 10⁻³ 10⁻6. നിങ്ങൾക്കറിയാം 1/4ൻ്റെ വാല്യൂ 0.25 ആണ്. ഇൻറ്റു 10⁻6 മുകളിലേക്ക് വന്നാൽ 10⁻6 ദാറ്റ് ഈസ് 2.5 × 10⁻5 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ പറ, ഇതാണ് ക്യു സി. കെ സി എത്രയാണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എത്രയാണ് എന്ന് ക്വസ്റ്റ്യനിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, 2 × 10⁻³. അപ്പം നിങ്ങൾ പറ, കെ സിയുടെ വാല്യൂ 2 × 10⁻³ ആണ് മോനെ. ക്യു സിയുടെ വാല്യൂ 2.5 × 10⁻5 ആണ്. കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ മോനെ, ഇതിലാരാ വലുത്? ക്യു സി അല്ലേടാ അവിടെ വലുത്. അപ്പോൾ ക്യു സി ഗ്രേറ്റർ ദാൻ കെ സി ആയതുകൊണ്ട് ദിസ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ആ മൊമെൻറ്റിൽ ആ റിയാക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ബാക്ക്വേർഡിലേക്കാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ?
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെ സിയുടെ വിശേഷങ്ങൾ. നേരത്തെ പറഞ്ഞത് മാറിപ്പോരുതേ, നേരത്തെ പറഞ്ഞത് ആപ്ലിക്കേഷൻസ് ഓഫ് കെ സി കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഇത് കെ സിയുടെ വിശേഷങ്ങളാണ്. എന്തൊക്കെയാണ് കെ സിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്? 3 പോയിന്റ് നിൽക്കണ നൃത്തത്തിൽ പഠിച്ചോ. നിന്നോട് 1 ചോദിച്ചാലും 2 ചോദിച്ചാലും 3 എണ്ണോട് കൊടുത്തേക്ക്. 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റിന് ഇൻഡിപെൻഡൻ്റ് ആണ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചു, എന്ത് തേങ്ങ ചെയ്താലും ശരി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കുലുങ്ങൂല. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അത് ഉൾക്കൊള്ളാൻ ചിലർക്ക് പ്രയാസമൊക്കെ ഉണ്ടാവും. സാറേ കെ കാണുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് അല്ലേ? അതൊക്കെ നിങ്ങളുടെ ചിന്തയുടെ തെറ്റാണ്, കുറ്റമാണ്. എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാൻ എനിക്കറിയാം. വെറുതെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂട്ടാതിരിക്കുകയാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലേലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഇപ്പോൾ മറ്റന്നാളത്തെ പരീക്ഷയ്ക്ക് അറിവിനേക്കാൾ പ്രാധാന്യം മാർക്കിന് കൊടുത്ത് പഠിക്കും. അറിവ് നമുക്ക് പരീക്ഷ കഴിഞ്ഞ് ഒഴിഞ്ഞു പോവാം. ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ സയൻസ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ നിങ്ങളിത് പഠിക്ക്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാറ്റലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതോടെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഏതാ? ഒന്നാമത്തെ പോയിന്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല, മൂന്നാമത്തെ പോയിന്റ് കാറ്റലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരാൾ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കെ കൂടുകയാണോ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കെ കുറയുകയാണോ? അതിനുള്ള ഉത്തരം ഇവിടെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നോക്കേണ്ടത്? റിയാക്ഷൻ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ നോക്കിയിട്ടാണ്. ഒരു റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ്, അവൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്നാൽ എക്സോതെർമിക് ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ചോദിച്ചാൽ ഈ 3 പോയിൻ്റാണ് നിങ്ങൾ പറയേണ്ടത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 3 സ്പെഷ്യൽ കേസ് ഉണ്ട്. ഒരു റിയാക്ഷൻ എ ഗീവ്സ് ബിയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ തിരിച്ചിട്ടാൽ, അഥവാ ബി ഗീവ്സ് എയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എത്രയാണെന്നാണ് ഞാൻ പഠിപ്പിക്കാൻ പോണേ. എടാ, ഒരു റിയാക്ഷൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റെസിപ്രോക്കൽ ആവും. അപ്പോൾ നേരെയുള്ള റിയാക്ഷൻ എക്സ് ആണെങ്കിൽ ആ റിയാക്ഷൻ തിരിഞ്ഞു വന്നാൽ 1/x ആയി മാറും. ഇതാണ് സ്പെഷ്യൽ കേസിൽ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഒരു റിയാക്ഷൻ ശ്രദ്ധിച്ച് എ ഗീവ്സ് ബി, അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ് ആണ്. അടുത്ത റിയാക്ഷൻ ശ്രദ്ധിച്ച് എൻ എ ഗീവ്സ് എൻ ബി. എന്ത് സംഭവിച്ചു? ഈ എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷനെ ഞാൻ എൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ശരിയല്ലേ? മൊത്തത്തിലൊരു 2ഓ 3ഓ 4ഓ 5ഓ അല്ലെങ്കിൽ 1/2 3/2 എന്തോ ഒരു കോഎഫിഷ്യൻ്റ് കൊണ്ട്, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്പിൾ ചെയ്തു, എൻ. അപ്പോൾ ഇവിടെയും എൻ വന്നു, ഇവിടെയും എൻ വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന പുതിയ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കെ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ആയിരിക്കും. പൊന്നുമോനെ മറക്കരുത്. എത്ര കൊണ്ടാണോ നീ മൾട്ടിപ്പിൾ ചെയ്തത്, ആ മൾട്ടിപ്പിൾ ചെയ്ത ഫാക്ടർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ പവറായി മാറും. എൻ എക്സ് അല്ല, പവറായാണ് മാറുക. എക്സ് റേസ് ടു എൻ ആയാണ് മാറുക. ഇത് പണ്ട് എൻട്രൻസിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടിനെയും ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഈ തരണേ. മോനെ, 2 സൾഫർ ഡയോക്സൈഡും ഒരു ഓക്സിജനും കൂടി ചേർന്ന് 2 സൾഫർ ട്രയോക്സൈഡായി മാറുന്നതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ 49 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എത്രയായിരിക്കും? അപ്പോൾ ഇയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഞാനിവിടെ കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ റിയാക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്ക്, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന SO3 റിയാക്റ്റൻ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. റിയാക്റ്റൻ സൈഡിൽ ഉണ്ടായിരുന്ന SO2O2 പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. വിച്ച് മീൻസ് റിയാക്ഷനെ ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇൻവേഴ്സ് ചെയ്യുമ്പോൾ അയാൾ റെസിപ്രോക്കലാകും, 1/49. കഴിഞ്ഞിട്ടില്ല, ഇവിടെ SO2ൻ്റെ കൂടെ 2 ഉണ്ടായിരുന്നു, അത് ഇവിടെ എത്തിയപ്പോൾ 1 ആയി. ഇവിടെ O2ൻ്റെ കൂടെ 1 ആയിരുന്നു, അത് ഇവിടെ എത്തിയപ്പോൾ ഹാഫ് ആയി. ഇവിടെ SO3ൻ്റെ കൂടെ 2 ആയിരുന്നു, അത് ഇവിടെ എത്തിയപ്പോൾ 1 ആയി. വിച്ച് മീൻസ് ഈ റിയാക്ഷനെ മൊത്തത്തിൽ ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഹാഫ് ആക്കിയിട്ടുണ്ട്. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാഫ് ആക്കുക എന്നാണല്ലോ. അപ്പോൾ ആ 1/2 എന്ന ഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്തത്. സോ ആ ഫാക്ടർ ഇതിന് പവറായി മാറും. 1/49ൻ്റെ പവർ 1/2. സോ 1ന് പിന്നെ എന്ത് വന്നാലും 1 തന്നെ. 49ൻ്റെ റൂട്ട് 1/1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുക എന്നാണ്. അപ്പോൾ റൂട്ട് 49 എത്രയാടാ? 7. സോ ദി വാല്യൂ ഈസ് 1/7. മനസ്സിലായില്ലേ? എന്നാൽ സ്പെഷ്യൽ കേസ് അവസാനിച്ചിട്ടില്ല. മൂന്നാമത്തെ സ്പെഷ്യൽ കേസ് മോനെ നോക്കടാ. എ ഗീവ്സ് ബി എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K1 ആണ്. ആ റിയാക്ഷനെ ഞാൻ 1 എന്ന് പേര് വിളിച്ചു. ബി ഗീവ്സ് സി എന്ന് പറയുന്ന റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K2 ആണ്. ആ റിയാക്ഷനെ ഞാൻ 2 എന്ന് പേര് വിളിച്ചു. നിങ്ങൾ നോക്ക്, ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷൻസ് തമ്മിൽ എന്താണ് ബന്ധം? വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിക്കുക, എന്താണ് ബന്ധം?
ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ബന്ധം എന്തെങ്കിലും കിട്ടിയാൽ തെറ്റാണ്. ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒന്ന് നോക്കിക്കേ, ഇവിടെ എയും ബിയും ആണ്, ഇവിടെ ബിയും സിയും ആണ്, വേറൊരു റിയാക്ഷനോ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് അറിയോ? ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷൻസ് തമ്മിൽ ഞാൻ കൂട്ടാൻ പോവാണ്, ആഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് റിയാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക? റിയാക്റ്റൻറ്റുകളെ ഒരുമിച്ച് എഴുതുക, പ്രൊഡക്റ്റുകളെ ഒരുമിച്ച് എഴുതുക. അപ്പോൾ റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റിയാക്ഷനിലെ റിയാക്റ്റൻ്റ് എ പ്ലസ് രണ്ടാമത്തെ റിയാക്ഷനിലെ റിയാക്റ്റൻ്റ് ബി, എന്നിട്ട് ഗീവ്സ് ഇട്ടിട്ട് പ്രൊഡക്റ്റ് ഒരുമിച്ച് എഴുതുക. ഇവിടെ ബി പ്ലസ് ഇവിടെ സി. ഓക്കെ അല്ലേ? എന്നിട്ട് ലെഫ്റ്റിലും റൈറ്റിലും കോമൺ ആയി ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി ഒഴിവാക്ക്. ഇതാ ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്, പോട്ടുപുല്ല്. ബാക്കി എന്താണ്ട് എ ഗീവ്സ് സി എന്ന് കിട്ടി. ഈ റിയാക്ഷൻ പുതിയൊരു റിയാക്ഷനാണ്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റിയാക്ഷൻ അല്ല, ദിസ് ഇസ് എ ന്യൂ റിയാക്ഷൻ. അതുകൊണ്ട് ഞാൻ ഇതിനെ 3 എന്ന് പേര് വിളിച്ചു. ഇനി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഈ മൂന്നാമത്തെ റിയാക്ഷൻ എനിക്കിപ്പോൾ കിട്ടിയത് ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷനുകൾ തമ്മിൽ കൂട്ടിയിട്ടല്ലേ മോനെ? എങ്കിൽ മൂന്നാമൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തവൻ്റെയും രണ്ടാമത്തവൻ്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തതായിരിക്കും. ഹലോ, പ്ലസ് ചെയ്തതായിരിക്കില്ല. രണ്ട് റിയാക്ഷൻസ് തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്നതാണ് മൂന്നാമത്തെ റിയാക്ഷൻ എങ്കിൽ മൂന്നാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫസ്റ്റ് 2 റിയാക്ഷനുകളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകളുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. നോട്ട് ദ പോയിന്റ്. മോനെ, എക്സാമ്പിൾ ഞാൻ ഇവിടെ തരുന്നുണ്ട്. കാർബണും ഹാഫ് ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡായി, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 7. കാർബൺ മോണോക്സൈഡും ഹാഫ് ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡായി, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 3. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അവിടെ നോട്ടെ. എടാ, ഇവർ രണ്ടുപേരും തന്ന് അവനെ ചോദിച്ചു. അപ്പോൾ ഇവരുടെ രണ്ടുപേരിൽ നിന്നും അവനിലേക്കുള്ള റിലേഷൻ കണ്ടെത്തണം. ജസ്റ്റ് 1ഉം 2ഉം തമ്മിലൊന്ന് കൂട്ടി വയ്ക്കടാ. 1 + 2 എങ്ങനെയാണ് കൂട്ടാന്ന് ഞാൻ പഠിപ്പിച്ചു. റിയാക്റ്റൻറ്റുകൾ മൊത്തം കൂട്ടുക. അപ്പോൾ ഇവിടെ ആരാളുള്ളത്? കാർബൺ ഉണ്ട്, പിന്നെ ആരാളുള്ളത്? ഹാഫ് O2 ഉണ്ട്, പിന്നെ ആരാളുള്ളത്? കാർബൺ മോണോക്സൈഡ് ഉണ്ട്, പിന്നെ ആരാളുള്ളത്? ഹാഫ് O2 ഉണ്ട്. ശരിയല്ലേ? ഹാഫ് O2 ഉണ്ട്. ഗീവ്സ്, എന്നിട്ട് മൊത്തത്തിൽ ഗീവ്സ് ഇടുക. പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ലെഫ്റ്റിലും റൈറ്റിലും കോമൺ ആയിട്ടുള്ള ആളെ വെട്ടിപ്പോട്ടെ. ഇവിടെ ഒരു കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ഇവിടെ ഒരു കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഈ ഓക്സിജനും തമ്മിൽ വെട്ടരുത് കേട്ടോ, കാരണം അത് രണ്ടും ഒരു സൈഡിലാണ്. അപ്പോൾ ഫൈനലി പറഞ്ഞ് ഇവിടെ ആരാഞ്ഞ് ബാക്കിയുള്ള കാർബൺ ഉണ്ട്. ഹാഫ് O2 + ഹാഫ് O2 ഫുൾ O2 ആയി. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് തന്നെ അല്ലേ എടാ ആ കാണണേ? കാർബൺ + O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മൂന്നാമത്തെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷനുകളുടെ സമ്മാണ്. സോ K3 വിൽ ബി K1 × K2. K1 7, K2 എത്ര? 3. 7 × 3 ദാറ്റ് ഈസ് 21. മനസ്സിലായില്ലേ? സിമ്പിളാണ്. 3 സ്പെഷ്യൽ കേസിൽ നിന്ന് റെഗുലർലി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും. എന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? എല്ലാ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും എല്ലാവരും സെയിം ഫിസിക്കൽ സ്റ്റേറ്റിലാവുക. അപ്പോൾ ഹോമോജീനിയസ് ആയി. ഇവിടെ എനിക്ക് നൈട്രജൻ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ്, അമോണിയ ഗ്യാസ് എല്ലാവരും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റ്. ഗ്യാസ് ആണെങ്കിൽ എല്ലാവരും ഗ്യാസ്, ലിക്വിഡ് ആണെങ്കിൽ എല്ലാവരും ലിക്വിഡ്, സോളിഡ് ആണെങ്കിൽ എല്ലാവരും സോളിഡ്. പക്ഷേ ഗ്യാസിൻ്റെ വെച്ചേ വരുള്ളൂ, ബാക്കിയൊന്നും റെഗുലർലി ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ റിയാക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം ഒരു റിയാക്റ്റൻറ്റോ പ്രൊഡക്റ്റോ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലാവുക. റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. റിയാക്റ്റൻ്റ് ഏതാ? സോളിഡ്. പ്രൊഡക്റ്റിൽ ആരാ? സോളിഡും ഗ്യാസും. കണ്ടോ? അങ്ങനെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. മോനെ, ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്താണ്? ഫിസിക്കൽ ഇക്വിലിബ്രിയം എടാ, ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും സെയിം കോമ്പൗണ്ട് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ ആരാ കോമ്പൗണ്ട്? H2O. അവിടെ ആരാ കോമ്പൗണ്ട്? H2O. പക്ഷേ H2Oയുടെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനും മറ്റൊരു ഫിസിക്കൽ സ്റ്റേറ്റിനും ഇടയിലുള്ള ഇക്വിലിബ്രിയത്തെയാണ് നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പേര് പറയുക. എങ്ങനെ പറയാം? ഫിസിക്കൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് സെയിം കോമ്പൗണ്ട്. ഒരേ കോമ്പൗണ്ടിൻ്റെ 2 ഫിസിക്കൽ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ വാട്ടർ. വെള്ളത്തിൻ്റെ 2 ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാ? ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ, H2O സോളിഡ് എന്ന് പറഞ്ഞാൽ ഐസ്. അപ്പോൾ ഐസും വാട്ടറും തമ്മിലുള്ള ഇക്വിലിബ്രിയം ഒരു ഹോമോജീനിയസ് ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയമാണ്. എന്ന പോലെ വാട്ടറും സ്റ്റീമും തമ്മിൽ സ്റ്റീം എന്ന് പറഞ്ഞാൽ നീരാവി, അങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾസോ എ ഫിസിക്കൽ ഇക്വിലിബ്രിയം. കാരണം വാട്ടറും H2O ആണ്, സ്റ്റീമും H2O ആണ്. ആ ടെമ്പറേച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐസും വാട്ടറും തമ്മിലുള്ള ഇക്വിലിബ്രിയം നടക്കുക 0 ഡിഗ്രിയിലാണ്. സ്റ്റീമും വാട്ടറും എന്നുള്ള ഇക്വിലിബ്രിയം നടക്കുക 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അതും കൂടി അതോട് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ പഠിക്കാനുള്ള സാധനമാണ് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. ഇത് കുറേ കുട്ടികൾക്ക് അറിയാത്തതായിരിക്കും. അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലേലും ശരി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. പൊന്നുമോനെ പഠിച്ചു വെച്ചോ. ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിൻ്റെ ഡയലോഗ് ആദ്യം എല്ലാവരും ഒന്ന് പഠിച്ചേ. എ സിസ്റ്റം വിൽ ഓൾവേസ് ട്രൈ ടു ഒപ്പോസ് എനി ചേഞ്ച് ഹാപ്പൻഡ് ഓൺ ഇറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. മോനെ ഒരിക്കൽ കൂടി ഞാൻ വായിച്ചു തരും. നീ വീഡിയോ പോസ് ചെയ്തിട്ട്
ഇത് എഴുതിയെടുത്തിട്ട് പഠിച്ചിട്ടല്ലാതെ കണ്ടിന്യൂ ചെയ്യരുത്. അത് പഠിച്ചല്ലാതെ കണ്ടിന്യൂ ചെയ്യരുത് പ്ലീസ്, നിനക്ക് മനസ്സിലാവില്ല. ഇനി ഇതല്ലാത്ത വേറെ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിനെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് തന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയലോഗിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തേക്കുക, ഇനി മാറ്റണ്ട. അറിയാത്തവരാണ് പഠിക്കേണ്ടത്. എ സിസ്റ്റം വിൽ ഓൾവേസ് ട്രൈ ടു ഒപ്പോസ് എനി ചേഞ്ച് ഹാപ്പൻഡ് ഓൺ ഇറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. മോനെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. മലയാളം പറയുന്നു, ഒരു സിസ്റ്റത്തിന് അതിലെന്ത് ചേഞ്ചാണോ സംഭവിക്കണേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിസ്റ്റം ചെയ്യുക. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് സിസ്റ്റം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ സിസ്റ്റം അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത കാര്യത്തെ ഇല്ലാതാക്കാൻ, ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കും. ചിലരങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും ശരി, ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരുത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നതാണ്. പൊന്നുമോനെ ഹൃദയം തരൂ, ഞാൻ പറയുന്നതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളൂ, നന്നായി ശ്രദ്ധിക്കണേ. എൻ്റെ ചോദ്യത്തിന് മറുപടി പറ. റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറലാണല്ലോ ഫോർവേഡ് റിയാക്ഷൻ. തിരിച്ച് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റായി മാറൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചേട്ടാ, ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടോ കുറയോ? തിങ്ക് പണ്ണുക. റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയും, പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടും. ശരിയല്ലേ? റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറണമല്ലോ. എന്നാൽ ബാക്ക്വേർഡ് നടക്കുമ്പോഴോ പ്രൊഡക്റ്റിൻ്റെ അളവ് കുറയും, റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടും. ഇനി ഞാനിതിനെ തിരിച്ചു വയ്ക്കണേ. റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയാൻ ഏത് റിയാക്ഷൻ നടക്കണ്ടേ? ഫോർവേഡ്. മനസ്സിലായില്ലേ? പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടാൻ ഏത് റിയാക്ഷൻ നടക്കണ്ടേ? ഫോർവേഡ്. പ്രൊഡക്റ്റിൻ്റെ അളവ് കുറയാൻ ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ്. ബാക്ക്വേർഡിലാണ് പ്രൊഡക്റ്റിൻ്റെ അളവ് കുറയുക. എന്ന പോലെ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടാൻ ബാക്ക്വേർഡ് നടക്കണം. ഇത് മനസ്സിലുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. നോക്കിക്കോട്ടോ, ഞാൻ എന്ത് ചേഞ്ചാണോ വരുത്തുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സിസ്റ്റം ചെയ്യും. ഇത് ഞാൻ ചെയ്യുന്ന പണിയാണ്. ഒരു റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അവർ മാന്യമായി ഇക്വിലിബ്രിയത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പോയിട്ട് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഇൻക്രീസ്ഡ്, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ പോയി അങ്ങോട്ട് കൂട്ടി. ചിന്തിക്ക്, ഞാൻ ചെയ്ത പണിയാണിത്. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ അതാണ് അടുത്ത വരി. സിസ്റ്റം വിൽ ട്രൈ ടു, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഞാൻ എന്താ ചെയ്തത്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഇൻക്രീസ്ഡ്. അപ്പോൾ സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ സിസ്റ്റം ശ്രമിക്കുമെന്നാണല്ലോ ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഇനി നിങ്ങൾ പറ, അതിൻ്റെ ഭാഗമായി അവിടെ ഫോർവേഡ് നടക്കോ ബാക്ക്വേർഡ് നടക്കോ? എന്താണ് സിസ്റ്റത്തിൻ്റെ പണി? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് അയാൾക്ക് കുറക്കണം. ഇതാണ് റിയാക്റ്റൻറ്റ്. അത് കുറക്കണമെങ്കിൽ ഏത് റിയാക്ഷൻ പറ? ഫോർവേഡ് റിയാക്ഷൻ അയാൾ കൂടുതൽ നടത്തും. സോ ദി റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു ഫോർവേഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡ് എന്നും പറയും. ഫോർവേഡ് നടക്കുന്നതിനാണ് റൈറ്റ് സൈഡ് ഷിഫ്റ്റ് ചെയ്യുക, ബാക്ക്വേർഡ് നടക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഷിഫ്റ്റ് ചെയ്യുക എന്നാണ് പറയാം. സംഭവം ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഞാൻ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഞാൻ അവിടുന്ന് കുറച്ച് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് എടുത്തിട്ട് പോകുന്നു. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ എടുത്തു പോകുന്നു. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കും. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് കൂട്ടാൻ നോക്കും. സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. തിങ്ക് പണ്ണുങ്കെ, റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടണമെങ്കിൽ ഏത് നടക്കണം? ബാക്ക്വേർഡ് നടക്കണം. അങ്ങനെ ബാക്ക്വേർഡ് ആണ്. ബാക്കി രണ്ടും ഞാൻ നിനക്ക് ചിന്തിക്കാൻ വിട്ടുവന്നു. ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു പോകുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ സിസ്റ്റം അത് കുറക്കാൻ ശ്രമിക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയണമെങ്കിൽ ബാക്ക്വേർഡ് നടക്കണം. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ സിസ്റ്റം അത് കൂട്ടാൻ ശ്രമിക്കും. കൂട്ടണമെങ്കിൽ ഫോർവേഡ് നടക്കണം. ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് പഠിപ്പിച്ചതുപോലെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ആദ്യം തന്നെ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരികയാണ്. റിയാക്ഷൻ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് ഡിഫറൻ്റ് ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഫോർവേഡ്, കുറച്ചാൽ ബാക്ക്വേഡ്. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേഡ്, കുറച്ചാൽ ഫോർവേഡ്. ഇത് കൺഫ്യൂസിങ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? ആകെ 3-4 വാക്കുണ്ട്. എൻഡോതെർമിക്, എക്സോതെർമിക്, ടെമ്പറേച്ചർ ഇൻക്രീസ്, ടെമ്പറേച്ചർ ഡിക്രീസ്, ഫോർവേഡ്, ബാക്ക്വേഡ്. കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാവാൻ ഞാൻ ഇനി പറയുന്ന കാര്യം നല്ലോണം ചിന്തിച്ചാൽ മതി. ഞാൻ പറയുന്ന പോലെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മോനെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളാണ് സിസ്റ്റം എന്നങ്ങോട്ട് വിചാരിക്കുക. നമ്മളാണ് സിസ്റ്റം, നമ്മളാണ് ഈ റിയാക്ഷൻ. അപ്പോൾ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ നമ്മളാണ് എക്സോതെർമിക്, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ നമ്മളാണ് എൻഡോതെർമിക്. ഇത് ആദ്യം ഉൾക്കൊള്ളുക. നിനക്ക് ഇഷ്ടപ്പെട്ട റിയാക്ഷൻ ഏതാണെന്ന് ഞാൻ നേരത്തെ നിന്നോട് ചോദിച്ചു. ഫോർവേഡ്. ഇഷ്ടമില്ലാത്ത റിയാക്ഷൻ ഏതാ? ബാക്ക്വേഡ്. അപ്പോൾ ഞാൻ ഇനി ഒരു കാര്യം പറയുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട കണ്ടീഷൻ ആണെങ്കിൽ ഫോർവേഡ് എന്ന് പറയണം, ഇഷ്ടമില്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ ബാക്ക്വേഡ് എന്ന് പറയണം. നാളത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്തു, ഇനി മുതൽ പരീക്ഷയില്ല. ഏതാ? ഫോർവേഡ്. ശരിയല്ലേ? നിങ്ങളെ സ്കൂൾ പൊളിഞ്ഞാടി. ഏതാ? ഫോർവേഡ്. ശരിയല്ലേ മോനെ? നാളെ പരീക്ഷയില്ല, പക്ഷേ മറ്റന്നാളെ നിങ്ങൾക്ക് എൻട്രൻസ് ഉണ്ടാകും. ഈ സബ്ജക്റ്റീവിന് പകരം ഒബ്ജക്റ്റീവ് ആക്കി എന്ന് ശിവൻകുട്ടിയേട്ടൻ നിങ്ങളോട് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബാക്ക്വേഡ്. നിങ്ങൾക്കിഷ്ടമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള കണ്ടീഷൻ കേട്ടാൽ നിങ്ങൾ ഫോർവേഡ് പറയണം, ഇഷ്ടമില്ലാത്ത കണ്ടീഷൻ കേട്ടാൽ ബാക്ക്വേഡ് പറയണം.
വീട്ടിലിരുന്നപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ മതിയടാ ഇനി പഠിക്കണ്ട. അപ്പോൾ ഏതാ ഫോർവേഡ്. എന്നിട്ട് ഉമ്മ പറയുകയാണെ നാളെ മുതൽ പണിക്ക് പോയിക്കോ. അപ്പോൾ ഏതാ ബാക്ക്വേഡ്. ഇഷ്ടമുള്ളതൊക്കെ ഫോർവേഡ്, ഇഷ്ടമില്ലാത്തൊക്കെ ബാക്ക്വേഡ്. ഡീലാണെങ്കിൽ ഇത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചിന്തിക്ക്, നമ്മളാണ് എൻഡോതെർമിക്. എന്താണ് എൻഡോതെർമിക് എന്ന് നിങ്ങൾക്കറിയോ? എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്തു. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നവനാണ് എൻഡോതെർമിക്. അപ്പോൾ നമുക്ക് ഹീറ്റിനെ ഇഷ്ടമാണെന്ന് നീ മനസ്സിലാക്കണം. എൻഡോതെർമിക് റിയാക്ഷൻ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നവനാണ്. അപ്പോൾ അവന് ഹീറ്റിന് ഇഷ്ടമാണല്ലോ, അവന് ചൂട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ശരിയല്ലേ? ഹീറ്റിനെ അവന് ഇഷ്ടമാണ്. അങ്ങനത്തെ ആളാണ് നമ്മൾ എന്ന് ആദ്യം ഉൾക്കൊള്ളു. നമ്മളാരാ? എൻഡോതെർമിക്. അടിസ്ഥാനപരമായി നമുക്ക് ഹീറ്റിനെ ഇഷ്ടമുള്ളവരാണെന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് ഒരുത്തൻ ടെമ്പറേച്ചർ കൂട്ടി തന്നു. നമുക്ക് ഹീറ്റിനെ ഇഷ്ടമാണല്ലോ, അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടീഷനാണ് ഫോർവേഡ്. അപ്പോൾ ഒരുത്തൻ ടെമ്പറേച്ചർ കുറച്ച് തന്നു, അയ്യോ അത് നമുക്ക് ഇഷ്ടമല്ല, കാരണം നമ്മൾ എൻഡോതെർമിക്കാണ്, അപ്പോൾ ബാക്ക്വേഡ്. ഇനി നമ്മൾ എക്സോതെർമിക് ആണെങ്കിലോ? എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ്ഡ്, പുറത്തേക്ക് വിടുന്നവനാണ്. ഹീറ്റ് പുറത്തേക്ക് വിടുന്നവരാണ് നമ്മൾ, വിച്ച് മീൻസ് നമുക്ക് ഹീറ്റിനെ ഇഷ്ടമല്ല. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് ടെമ്പറേച്ചറാണ് കൂട്ടി വെച്ചിരിക്കുമോ? നമ്മൾ ഹീറ്റിനെ ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ അടുത്ത് വന്നിട്ട് ടെമ്പറേച്ചർ കൂട്ടി ഇഷ്ടപ്പെടില്ല, സോ ബാക്ക്വേഡ്. ഹീറ്റിനെ ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ അടുത്ത് പോയിട്ട് ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തു, AC ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി കൊടുത്തു, ഫോർവേഡ്. ഇതെങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാനാ? ഓക്കെ അല്ലേ മോനെ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം എന്താ അറിയോ? എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് പറഞ്ഞാൽ അവൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് കുറച്ചാൽ എന്തെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾക്കായി. പക്ഷേ എൻഡോതെർമിക് ആരാ എക്സോതെർമിക് ആരാന്ന് കണ്ടാൽ മനസ്സിലാവുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഈ 6 രൂപത്തിൽ നിങ്ങൾക്ക് ഇവരെ പരിചയപ്പെടേണ്ടി വരും. പരീക്ഷ ടഫാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ എന്ന് പച്ചക്ക് പറയാതിരുന്നേക്കും. മോനെ ഇത് നോക്കിക്കേ, ഒരു റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ ΔHൻ്റെ വാല്യൂ പോസിറ്റീവാണ് തരുന്നതെങ്കിൽ അത് എൻഡോതെർമിക് ആണ് കേട്ടോ. ΔH = എന്ന് പറഞ്ഞു തന്നെ തരണം, അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞു തരണം. ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് പ്ലസ് ആണെങ്കിൽ എൻഡോതെർമിക് ആണ്, മൈനസ് ആണെങ്കിൽ അത് എക്സോതെർമിക് ആണ്. അപ്പോൾ എൻഡോതെർമിക് എക്സോതെർമിനെ കണ്ടാൽ മനസ്സിലാവണം. ഒന്നാമത്തെ രീതി കണ്ടില്ലേ? ΔHൻ്റെ വാല്യൂ തരാം. ഇനി ΔHൻ്റെ വാല്യൂ തരാതെ ഒരു ഹീറ്റിൻ്റെ വാല്യൂ റിയാക്റ്റൻറ്റിൽ മെർജ് ചെയ്തിട്ട് തരാം. അഥവാ നോക്കിക്കോ A + 300 kJ gives B. ഹലോ, A + 300 kJ gives B. അപ്പോൾ ഇവിടെ 300 kJ എന്ന് പറയുന്ന ഒരു ഹീറ്റിനെ ആ റിയാക്ഷൻ്റെ കൂടെ തന്നെ പറയുകയാണ് ചെയ്യുന്നത്, ΔH ആയിട്ട് പറയല്ല ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ആ ഹീറ്റിനെ എവിടെ പറഞ്ഞു എന്നാണ് നോക്കേണ്ടത്. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലല്ലേ ഇപ്പോൾ ഇത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അയാൾ എൻഡോതെർമിക് ആണ്. പ്രൊഡക്റ്റിൻ്റെ സൈഡിലാണ് പറയണമെന്നുണ്ടെങ്കിൽ എക്സോതെർമിക് ആണ്. ഇത് നല്ലോണം ശ്രദ്ധിച്ചോ, ഈ 4ാമനെ നല്ലോണം ശ്രദ്ധിച്ചോ. ഇത് കണ്ടിട്ട് ചിലരുതേ എന്താണ് എൻഡോതെർമിക് ആണ് തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ A gives B, അപ്പോൾ റിയാക്ഷൻ കഴിഞ്ഞു. എന്നിട്ട് ΔH പോസിറ്റീവ് എന്ന് ചിലപ്പോൾ ചിലർക്ക് മൈനസ്. ഇത് ΔH അല്ല, ΔH എന്ന് എടുത്തു പറഞ്ഞാൽ മാത്രമേ അത് എൻഡോതെർമിക് എക്സോതെർമിക് അത് പറയാൻ പറ്റുള്ളൂ. ഇത് ΔH അല്ല, + 300 kJ അറ്റ് പ്രൊഡക്റ്റ് സൈഡ്, ദാറ്റ് ഈസ് എക്സോതെർമിക് ആണ്. ഇത്ര ചിന്തിച്ചാൽ മതി. A റിയാക്ട് ചെയ്തിട്ട് ബിയും കിട്ടി, 300 kJ കിട്ടി. കിട്ടുന്ന ആൾക്കാരല്ലേ പ്രൊഡക്റ്റ് സൈഡിൽ 300 kJ കിട്ടി എന്ന് പറഞ്ഞാൽ അതാണ് റിലീസ് ചെയ്തു എന്നല്ലേടാ അർത്ഥം. സോ ദാറ്റ് ഈസ് എക്സോതെർമിക്. ഫൈനലി A gives B + C. എടാ ഇതൊരു ടൈപ്പ് ഓഫ് ഡിസോസിയേഷനാണ്. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരാൾ, പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 ആൾ. അപ്പോൾ വിട്ടുപിരിയലാണല്ലോ, ഓൾ ഡിസോസിയേഷൻ. ഇതൊരു ഡിസോസിയേഷനാണ്. എല്ലാ ഡിസോസിയേഷൻസും എൻഡോതെർമിക് ആണ്, എല്ലാ അസോസിയേഷൻസും എക്സോതെർമിക് ആണ്. ഇവിടെ നോക്കിയാൽ എയും ബിയും കൂടിച്ചേർന്ന് ബി ആകുന്നു. എല്ലാ അസോസിയേഷൻസും എക്സോതെർമിക് ആണ്. ക്ലിയർ അല്ലേ കുഞ്ഞ്? ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് പ്രഷറിൻ്റെ എഫക്റ്റാണ്. ഹൃദയം തന്നെ, കണ്ണും കാതും ഹൃദയം എന്നിൽ സമർപ്പിച്ച്, പേന അവിടെ വെച്ചിട്ട് ഹൃദയം എന്നിൽ സമർപ്പിക്കൂ. ഈ പറയുന്ന കാര്യം ഒന്ന് കേട്ടോ. പ്രഷർ കൂടിയാൽ ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. ഞാനെന്തോ പറഞ്ഞു, നിങ്ങൾ വല്ലതും കേട്ടോ? ഞാനെന്താ പറഞ്ഞേ? പ്രഷർ കൂടിയാൽ ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. 2 വട്ടം പറഞ്ഞേ. പ്രഷർ കൂടിയാൽ ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. ഇനി അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓൺ ഇൻക്രീസിംഗ് പ്രഷർ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ഫ്രം ദി സൈഡ് ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഗ്യാസ് ടു ലെസ് നമ്പർ ഓഫ് ഗ്യാസ്. കൂടുതൽ ഗ്യാസുള്ളിടത്ത് നിന്ന് കുറവ് ഗ്യാസുള്ളിടത്തേക്ക്. എപ്പോൾ? പ്രഷർ കൂടിയാൽ. എക്സാമ്പിൾ കാണിച്ചു തരാം മോനെ. ഹേബർ പ്രോസസ്സാണ്. ഒന്ന് നോക്കിയിട്ട് പറ. ഇത് റിയാക്റ്റൻറ്റ്, ഇത് റിയാക്റ്റൻറ്റ്. ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട്? ഇവിടെ 4 ഗ്യാസ് ഉണ്ട്. ഇത് പ്രൊഡക്റ്റിൽ എത്ര ഗ്യാസ് ഉണ്ട്? 2 ഗ്യാസ് ഉണ്ട്. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ ഗ്യാസിന് എണ്ണം കൂടുതലുള്ള ഭാഗം അത് ഇവിടെയാണ്. അവിടുന്ന് ഗ്യാസിന് എണ്ണം കുറവുള്ള ഭാഗത്തേക്ക് ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കും. അതേതാ ഡയറക്ഷൻ? ഫോർവേഡ്. അപ്പോൾ പ്രഷർ കുറഞ്ഞാലോ? അത് കാണാൻ പഠിക്കരുത്. കൂടിയാലുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് നിന്നോട് പ്രഷർ കുറഞ്ഞാൽ എന്തെന്ന് മാത്രം ചോദിച്ചാലും പ്രഷർ കൂടിയാൽ എന്തെന്നാണ് മനസ്സിൽ കണ്ടെത്തേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് എഴുതേണ്ടത്. ഇവിടെ നോക്കിയേ,
ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട്? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഒരു ഗ്യാസ്, ഇവിടെ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ഗ്യാസ്. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക്, ഇതേതാ ഡയറക്ഷൻ? ബാക്ക്വേർഡാണ് നടക്കുക. അപ്പോൾ പ്രഷർ കുറച്ചാലോ അതിൻ്റെ ഓപ്പോസിറ്റ് ഫോർവേഡ് നടക്കും. ഹാപ്പി അല്ലേ മോനെ? ഇത്ര സിമ്പിളായി ചിലപ്പോൾ നിങ്ങൾ ലെ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, പഠിച്ചു വെച്ചു. ഇനി ഇവിടെ നോക്കിയാടാ, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഇവിടെ 2 ഗ്യാസ്, ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ 2 ഗ്യാസ്. രണ്ടിടത്തും ഒരേപോലെയാണെങ്കിൽ പ്രഷർ കൂട്ടിയാലും കുറച്ചാലും അവിടെ നോ എഫക്റ്റ്. അപ്പോൾ താഴെ പറയുന്ന റിയാക്ഷൻസിൽ എവിടെയാണ് പ്രഷറിന് എഫക്റ്റ് ഇല്ലാത്തത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാനും ചാൻസ് ഉണ്ട്. എന്താ ആൻസർ? റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും ഗ്യാസിൻ്റെ എണ്ണം ഈക്വൽ ആണെങ്കിൽ ദർ ഈസ് നോ എഫക്റ്റ് ഫോർ ഗ്യാസ്, ഐ മീൻ നോ എഫക്റ്റ് ഫോർ പ്രഷർ. മോനെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രൊഡക്റ്റിൻ്റെ സൈഡിലും ഗ്യാസിൻ്റെ എണ്ണമാണ് കേട്ടോ, അല്ലാത്ത ആൾക്കാരൊന്നും പരിഗണിക്കാനേ പാടില്ല. എഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസ് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ആൾ, ഇപ്പോൾ ഒരു ഹേബർ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഹേബർ പ്രോസസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾ എന്നാണ് ഇനേർട്ട് ഗ്യാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഒരാളെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ റിയാക്ഷൻ എങ്ങനെ ബാധിക്കും എന്നാണ് പറയാൻ പോണത്. മോനെ, ആ ആഡ് ചെയ്യുന്ന കണ്ടീഷൻ ശ്രദ്ധിക്കണം. കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണോ ആഡ് ചെയ്യണേ, കോൺസ്റ്റൻറ്റ് പ്രഷറിലാണോ ആഡ് ചെയ്യണേ എന്നുള്ളത് പ്രത്യേകം പറയണം. അതായത് ഒരു ഗ്യാസിന് ഞാൻ ഇപ്പോൾ ഒരു റിയാക്ഷൻ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ഗ്യാസിനായിക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം, പമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ആ ഓൾറെഡി ഉള്ള റിയാക്ഷൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാതെ വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം. ഇനി വോളിയം ചേഞ്ച് ആയിക്കോട്ടെ, പ്രഷർ ചേഞ്ച് ആവാതെ ആഡ് ചെയ്യാം. ഇങ്ങനെ 2 രൂപത്തിലാണ് ആഡ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനിപ്പോൾ അതിക്ക് കിടക്കണില്ല. നിങ്ങൾ ഈ കണ്ടീഷൻ പഠിച്ചു വെക്ക്. ഇനേർട്ട് ഗ്യാസ് എത്ര രൂപത്തിൽ ആഡ് ചെയ്യാം? പട്ടിക്ക് 2 രൂപത്തിൽ. ഏതൊക്കെയാണ്? കോൺസ്റ്റൻറ്റ് വോളിയത്തിലും ആഡ് ചെയ്യാം, കോൺസ്റ്റൻറ്റ് പ്രഷറിലും ആഡ് ചെയ്യാം. മോനെ, വോളിയത്തിൽ കോൺസ്റ്റൻറ്റ് വോളിയം ആക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ദർ ഈസ് നോ എഫക്റ്റ്. ഇനേർട്ട് ഗ്യാസ് വന്നാലും പോയാലും മരിച്ചാലും അവിടെ റിയാക്ഷനെ അത് ബാധിക്കില്ല. പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണതെങ്കിൽ, വോളിയം കോൺസ്റ്റൻ്റ് ആക്കിയിട്ടല്ല, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ച ഡയലോഗിൻ്റെ ഓപ്പോസിറ്റാണ്. ഓർക്കുക, കാണാതെ പഠിക്കരുത്. ഗ്യാസിൻ്റെ എണ്ണം കുറവുള്ള ഭാഗത്ത് നിന്ന് ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്തേക്ക്, ഞാൻ ഈ വലിപ്പം വ്യത്യാസം കൊണ്ട് ഉദ്ദേശിച്ചത് എണ്ണമാണ്. ഗ്യാസിൻ്റെ എണ്ണം കുറവുള്ള ഭാഗത്ത് നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ നടക്കും. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള, അത് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഓർത്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ എങ്ങനെ വരികയെന്ന് ഞാൻ കാണിച്ചു തരാം. വാട്ട് വിൽ ഹാപ്പൻ ടു ഇക്വിലിബ്രിയം ഓഫ് ഹേബർ പ്രോസസ്? ഹേബർ പ്രോസസ് ആരാന്നറിയില്ലേ? N2+3H2 gives 2NH3. ഇയാളുടെ ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കും? എപ്പോൾ? വെൻ ഹീലിയം ഈസ് ആഡഡ് ടു ദി സിസ്റ്റം. ഈ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഹീലിയം ആഡ് ചെയ്തു. എങ്ങനെയാണ് ആഡ് ചെയ്തത്? കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ. വോളിയത്തിൽ ആഡ് ചെയ്താൽ നോ എഫക്റ്റ്. ഹീലിയം വന്നാൽ ഹേബർ പ്രോസസ്സ് ചോദിക്കും, അതിന് ഹീലിയം വന്നു, അതിന് ഒരു തേങ്ങയില്ല, ഒന്നും ബാധിക്കില്ല. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ നേരത്തെ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും. നേരത്തെ പഠിച്ചത് ഗ്യാസിൻ്റെ എണ്ണം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക്, അതാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഇപ്പോൾ ഇവിടെ കുറവുള്ള ഭാഗത്ത് നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്ക്. കുറവുള്ള ഭാഗം ഏതാ? പ്രൊഡക്റ്റിൻ്റെ സൈഡ്. അവിടെ 2 എണ്ണേ ഉള്ളൂ, അവിടെ ഇങ്ങോട്ട് നടക്കും. സോ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. മനസ്സിലായില്ലേ? എടാ മോനെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു, അതിലേക്ക് ഞാൻ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? ഒരു തേങ്ങ സംഭവിക്കില്ല. കാറ്റലിസ്റ്റ് ഇട്ടാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെയോ ഇക്വിലിബ്രിയത്തെയോ അത് ബാധിക്കില്ല എന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്, പ്രോപ്പർട്ടി ആയിട്ട് ഇതേ വലുപ്പത്തിൽ ഒരാൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശരിയല്ലേടാ? ഒന്നും ബാധിക്കില്ല. പിന്നെ ആക്ച്വലി എന്താ കാറ്റലിസ്റ്റ് ചെയ്യണേ? കാറ്റലിസ്റ്റ് എന്താ ചെയ്യണേ അറിയോ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഈക്വൽ ആകുന്ന അവസ്ഥയാണ് ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും അതുപോലെ കൂടും. അപ്പോൾ നേരത്തെ 5ഉം 5ഉം ഉണ്ടായിരുന്നത് ഇപ്പോൾ 1000ഉം 1000ഉം ആയിട്ടുണ്ടാവും. രണ്ടിൻ്റെയും സ്പീഡ് കൂടിയിട്ടുണ്ടാവും, പക്ഷേ അപ്പോഴും അവർ ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ അഥവാ ഇക്വിലിബ്രിയത്തെ അത് ബാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് പറയുക? നോ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ് റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. രണ്ടും ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നു. ദീറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ കെമിക്കൽ ഇക്വിലിബ്രിയം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, മറക്കാതെ കാണുക. കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും നന്നാവട്ടെ. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം. എല്ലാവരും ഒന്ന് വിവരം അറിയട്ടെ. നമ്മൾ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ തിരക്കിൻ്റെ മറ്റിൻ്റെ ഇടയിൽ കൂടെ നോമ്പും നോറ്റ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തരുന്നതിൻ്റെ ഒരു ഛേദമില്ലാത്ത ഉപകാരം എന്നുള്ള നിലയ്ക്ക് ഒരു 4 ആളോട് വെറുതെ ഒന്ന് CM അക്കാഡമിയെക്കുറിച്ച് പറ. ഇപ്പോൾ ഈ പറയുന്ന ഡയലോഗൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് ഫുള്ളായിട്ട് കണ്ടതുകൊണ്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു 4 ആളോട് ഞങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറ. ഞങ്ങളെ കൊണ്ട് ഗുണം കിട്ടുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഞങ്ങളുടെ മാർക്കറ്റിംഗ്.
അതല്ലാതെ നിങ്ങൾ ഹോർഡിങ്സോ ഫ്ലെക്സോ സി എം അക്കാഡമിയെക്കുറിച്ച് കാണാൻ ചാൻസ് ഇല്ല. മലപ്പുറം പരിസരത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നല്ലാതെ വേറെ എവിടെയും നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച് കേൾക്കും പോലെ സി എം അക്കാഡമിയെക്കുറിച്ച് കേൾക്കാത്തത് ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് അജണ്ടകൾ വിദ്യാർത്ഥികളിലൂടെ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് നന്നാവാൻ പറ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.